ജിഫ്രി തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്ര ബഹിഷ്കരിച്ച് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം. ജിഫ്രി തങ്ങളുടെ യാത്രയുടെ ഉദ്ഘാടന പരിപാടിയിൽ പാണക്കാട്ടെ പ്രധാന നേതാക്കൾ പങ്കെടുത്തില്ല. ഉദ്ഘാടകനാകേണ്ടിയിരുന്ന മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ ഖാദർ മൊയ്തീനും എത്തിയില്ല. യാത്രയുടെ പതാക കൈമാറ്റം പാണക്കാട് നിന്നും നടത്താമെന്ന ധാരണ തെറ്റിച്ചെന്ന് ലീഗ് അനുകൂല വിഭാഗം പറയുന്നു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബഹിഷ്കരണം? അമൃത, ഈ സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുവായി തങ്ങൾ നയിക്കുന്ന ഒരു സമസ്ത ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് തുടക്കമായത്. ഈ യാത്രയുടെ പതാക കൈമാറ്റം പാണക്കാട് വെച്ച് നടത്താമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ തിരൂർക്കാട് വെച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ ജിഫ്രി തങ്ങൾക്ക് പതാക കൈമാറിക്കൊണ്ട് ഈ പരിപാടി നടത്തി. ഇതാണ് ഇത്തരത്തിൽ സമസ്തയിലെ മുസ്ലിം ലീഗ് വിഭാഗത്തെ ചൊടിപ്പിച്ച് നേരത്തെ പാണക്കാട് വെച്ച് നടത്താമെന്ന് പറഞ്ഞ ഒരു കാര്യം പിന്നീട് അതിൽ മാറ്റം വരുത്തി എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, ഈ ജാഥയുടെ ഡയറക്ടറായി ഉമർ ഫൈസി മുക്കത്തെ നിയമിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, പാണക്കാട് തങ്ങന്മാർക്കെതിരെ, പ്രത്യേകിച്ച് സാദിഖ് അലി തങ്ങൾക്കെതിരെയൊക്കെ രൂക്ഷമായും പരോക്ഷമായും ഒക്കെ വിമർശനം ഉന്നയിച്ച ഒരാൾ കൂടിയാണ് ഉമർ ഫൈസി. അദ്ദേഹത്തെ പോലുള്ള ഒരാളെ ഇത്തരത്തിൽ ഈ ജാഥയുടെ ഡയറക്ടറാക്കിയതിൽ വലിയ അമർശമുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രശ്നങ്ങൾ സംസ്ഥയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ രൂപീകരിച്ചിരുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ്, കുഞ്ഞാലിക്കുട്ടി, അതോടൊപ്പം തന്നെ ജിഫ്രി തങ്ങൾ ഉൾപ്പെടുന്ന ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമിതിയുണ്ട്. എന്നാൽ ഈ സമിതിയുടെ തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് സമിതി ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഒരു വിഭാഗം പ്രവർത്തിക്കുകയും അവർ തീരുമാനമെടുക്കുകയും അവരുടെ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പതാക കൈമാറ്റം ഉൾപ്പെടെ മറ്റിടത്ത് വെച്ച് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥയിലെ ലീഗ് അനുകൂല വിഭാഗത്തെ ചൊടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പരിപാടിയിലെ പ്രധാനപ്പെട്ട ആളുകളായിരുന്ന, അതായത് അധ്യക്ഷനായിരുന്ന സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ജാഥയുടെ ഉപനായകനായിരുന്ന സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, അതോടൊപ്പം തന്നെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗ നേതാക്കളായ അബ്ദുസമദ് പൂക്കോട്ടൂർ, അബൂബക്കർ ഫൈസി മലയമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ലീഗ് ദേശീയ പ്രസിഡന്റ് കൂടിയായിരുന്ന പ്രൊഫസർ ഖാദർ മൊയ്തീൻ ആയിരുന്നു. അദ്ദേഹം വരെ ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പാണക്കാട്ടിൽ നിന്ന് ഇപ്പോൾ മൊയ്ൻ അലി ശിഹാബ് തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത് പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കളും വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ പരിപാടി സംസ്ഥയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള പരിപാടിയാണ് ഈ ജാഥ. ഈ പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലൊരു കല്ലുകടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.